ഇപ്പോൾ കിട്ടിയ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ഗവർണർ ബില്ലുകൾ ഒപ്പിടാതെ രാഷ്ട്രപതിക്ക് അയച്ചാൽ നിയമപ്രശ്നമുണ്ടെന്ന് സർക്കാരിന് നിയമോപദേശം ലഭിച്ചു. സർവകലാശാലയുമായി ബന്ധപ്പെട്ടതടക്കമുള്ള ഓർഡിനൻസുകൾ ഗവർണർ ഒപ്പിട്ടിരുന്നു. ഈ ഓർഡിനൻസിൽ നിന്നും മാറ്റമില്ലാതെയാണ് ബില്ലുകൾ തയ്യാറാക്കുന്നത്. എന്നിട്ടും ബില്ലുകൾ തടഞ്ഞുവെച്ചത് മറ്റ് താല്പര്യം കൊണ്ടാകാമെന്നാണ് വിലയിരുത്തൽ. അടുത്ത സിറ്റിംഗിൽ സർക്കാർ ഇക്കാര്യം സുപ്രീം കോടതി അറിയിക്കും. വിവരങ്ങൾ നൽകുവാനായി ഗോപാൽ ചേരുകയാണ്. ഗോപാൽ, ഈ വാർത്തയുടെ വിശദാംശങ്ങൾ. ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം, രണ്ടാമതും സർക്കാർ വിഷയത്തിൽ നിയമോപദേശം തേടിയിരിക്കുന്നു എന്നുള്ളതാണ്. സുപ്രീം കോടതിയിലെ ഉന്നത നിയമവിദഗ്ധരായിട്ടുള്ള ഫാലിയസ് നരിമാൻ, അതിനോടൊപ്പം അഡ്വക്കേറ്റ് കെ വേണുഗോപാൽ എന്നിവരിൽ നിന്നാണ് സർക്കാരിന് അനുകൂലമായ നിയമോപദേശം ലഭിച്ചിട്ടുള്ളത്. ഇതിൽ കെ വേണുഗോപാൽ തന്നെയാണ് സർക്കാരിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഈ കേസിൽ ഹാജരാകുന്നതും. ഇതിൽ പ്രധാനമായും സർക്കാരിന് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം ഇത്തരത്തിൽ ഗവർണർ എടുത്ത നടപടികൾ നിയമവിരുദ്ധമാണ് എന്നത് സംബന്ധിച്ചാണ്. അതിൽ എടുത്തു പറയുന്ന കാര്യങ്ങൾ, ഗവർണർ ഇതിൽ പല ബില്ലുകളും ഓർഡിനൻസ് ആയിരുന്നപ്പോൾ ഒപ്പിട്ടവയാണ്. അതിൽ സർവകലാശാല ഭേദഗതി ബില്ലാണെങ്കിലും ശരി, മിൽമ ബില്ലാണെങ്കിലും ശരി, സഹകരണ ഭേദഗതി ബില്ലാണെങ്കിലും ശരി, ഇവയെല്ലാം ഓർഡിനൻസ് ആയി ഗവർണർക്ക് മുമ്പിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം അത് അംഗീകരിച്ച് ഒപ്പിടുകയും ചെയ്തതാണ്. എന്നിട്ട് അതിനുശേഷം അത് ബില്ലുകളായപ്പോൾ അദ്ദേഹം അത് 2 വർഷത്തോളം പിടിച്ചു വെക്കുകയും അതിനുശേഷം പല പ്രശ്നങ്ങൾ ഉണ്ടായതോടുകൂടി രാഷ്ട്രപതിക്ക് അയക്കുകയുമായിരുന്നു. അത്തരത്തിൽ ഓർഡിനൻസ് ആയിരുന്നപ്പോൾ ഒപ്പിട്ട നടപടി സ്വീകരിച്ച, അല്ലെങ്കിൽ അങ്ങനെ ഒപ്പിട്ട ഗവർണർ അത് ബില്ലായപ്പോൾ ഒപ്പിടാതെ രാഷ്ട്രപതിക്ക് അയച്ചതിൽ ചില നിയമപ്രശ്നങ്ങൾ ഉണ്ട് എന്നതാണ് ഇപ്പോൾ സർക്കാരിന് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം. അങ്ങനെയെങ്കിൽ അത് അനുകൂലമായ ഒരു സമീപനം തന്നെ കോടതിയിൽ നിന്ന് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നും സർക്കാർ കണക്ക് കൂട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങൾ സർക്കാരിന് ലഭിച്ചിരിക്കുന്നത്, ഇത്തരത്തിൽ ഗവർണർ സ്വീകരിച്ച ചില നിലപാടുകൾ, അതായത് ഓർഡിനൻസ് ഒപ്പിടുകയും അതേസമയം തന്നെ ബില്ലുകളാവുമ്പോൾ തടഞ്ഞു വെക്കുകയും ചെയ്തതിന് പിന്നെ ചില പ്രത്യേക താല്പര്യങ്ങൾ ഉണ്ട് എന്നും അത് എന്താണെന്ന് വ്യക്തമാക്കുന്ന സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു വ്യക്തത വരുത്തേണ്ടതായിട്ടും ഉണ്ട് എന്ന് സർക്കാരിന് ഈ ലഭിച്ച നിയമോപദേശത്തിൽ പറയുന്നുണ്ട്. അടുത്ത ജനുവരി 8-ാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസിന്റെ അടുത്ത സിറ്റിംഗ് നടക്കുന്നത്. ആ സിറ്റിംഗിൽ ഇക്കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി സുപ്രീം കോടതിക്ക് മുന്നിൽ അവതരിപ്പിക്കാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഏതാനും ചില ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ ഇതിൽ ഒരു കൃത്യമായൊരു ചിത്രം നമുക്ക് വ്യക്തമാകും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഗോപാൽ, സർക്കാർ സുപ്രീം കോടതിയെ, ഗവർണർക്ക് എതിരെ സുപ്രീം കോടതിയെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ സമീപിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിയമോപദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടിക്ക് തിടുക്കം കാട്ടണ്ട എന്നൊരു നിലപാട് തന്നെ ആയിരിക്കില്ലേ സർക്കാരിനുള്ളത്? അതിൽ പ്രധാനപ്പെട്ട കാര്യം, ഇതിന്റെ ഒരു സിറ്റിംഗ് കഴിഞ്ഞതാണ്. ആ സിറ്റിംഗിൽ ഇതുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്തിരുന്നു. ആ സിറ്റിംഗിന് മുന്നോടിയായി തന്നെ സർക്കാർ ഒരു തവണ നിയമോപദേശം തേടിയതുമാണ്. ആ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആദ്യ തവണ സർക്കാർ ഈ വിഷയം കോടതിയിൽ അഭിമുഖീകരിക്കുകയും ചെയ്തത്. പിന്നീട് അടുത്ത സിറ്റിംഗ് വരുന്നത് ജനുവരി 8-ാം തീയതിയാണ്. ആ സിറ്റിംഗിലാണ് ഇത്തരത്തിൽ ഈ വിഷയം, അതായത് പ്രധാനമായും ആദ്യം ഓർഡിനൻസായി എത്തിയപ്പോൾ ഒപ്പിടുകയും എന്നാൽ പിന്നീട് ബില്ലുകളായി സമർപ്പിച്ചപ്പോൾ അത് തടഞ്ഞുവെച്ച് കാലതാമസം ഉണ്ടാക്കി വലിയ നിയമക്കുരുക്ക്, വലിയ നേർക്കുനേർ പോരാട്ടത്തിനൊക്കെ വഴിവെച്ച് അതിനുശേഷം ഇത് രാഷ്ട്രപതിക്ക് വീണ്ടും അയക്കുന്ന ഒരു സമീപനമുണ്ടായി. അത്തരത്തിൽ അങ്ങനെ രാഷ്ട്രപതിക്ക് പെട്ടെന്ന് ഈ ബില്ലുകൾ അടയ്ക്കാൻ കഴിയുകയില്ല. അതിൽ ചില നിയമപ്രശ്നങ്ങളുണ്ട്. സർക്കാരിന് നിയമോപദേശം ലഭിച്ചിരിക്കുന്നു. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഗോപാലാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തകൾ നൽകി.